എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? 3-4 ദിവസമായി വീഡിയോ ഇട്ടിട്ടേ. എനിക്ക് പനിയായിരുന്നു. 2 ദിവസം മുന്നേ ഈ വീഡിയോ ഇടേണ്ടതായിരുന്നു. പക്ഷേ വോയിസ് കൊടുക്കാനായിട്ട് എനിക്ക് ശബ്ദം അത്ര ക്ലിയർ അല്ലായിരുന്നേ. ഇപ്പോഴും പനി വിട്ട് മാറിയിട്ടില്ല. പിന്നെ വീഡിയോ ഇടാതിരുന്നാൽ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇത് ഉത്സവത്തിൻ്റെ തലേദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾക്ക് കാണിച്ചുളങ്ങര അമ്പലത്തിൽ ഉത്സവമായിരുന്നു. ഞാൻ ഷോർട്സ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ലായിരുന്നു. എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ അത് വോയിസ് കൊടുക്കാതെ നമുക്ക് ഇടാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനതാണ് ലേറ്റാക്കിയത്. അപ്പോൾ രാവിലെ ഇഡലിയും സാമ്പാറും ഉണ്ടാക്കാനായിട്ട് മാവ് ഉപ്പൊക്കെ ചേർത്ത് വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഇഡലി ഉണ്ടാക്കണം. അപ്പം ഞാനിത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മക്കളിവിടെ നിന്ന് ഓരോ കാര്യങ്ങൾ അവർ പറയുന്നത് ഞാൻ കേട്ട് അവരോടാണ് കേട്ടോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ കറികളെല്ലാം വെക്കുന്നതിൻ്റെ തിരക്കിൽ ആയപ്പം എന്നോട് ഇങ്ങോട്ട് നോക്കെന്ന് പറയുമ്പോഴാണ് ഞാൻ അങ്ങോട്ട് നോക്കിയിട്ട് സംസാരിക്കുന്നത്. ഞാൻ അങ്ങോട്ട് നോക്കി നിൽക്കുമ്പോൾ അമ്മ ഇങ്ങോട്ട് നോക്കെന്ന് പറയും. അപ്പോൾ അതാണ് അതിന് പിന്നെ മറുപടിയും പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എൻ്റെ കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇഡലി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയിൽ നമുക്ക് അരിയടുപ്പത്തിടണം. ചോറ് വയ്ക്കാനുണ്ട്. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ സുഖമാണല്ലോ അല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരുടെയും വീഡിയോയിൽ കാണാനായിട്ട് ഒന്നും എത്താൻ പറ്റിയിട്ടില്ല. എനിക്ക് തലവേദനയായിരുന്നു. തലയ്ക്ക് നല്ല ഭാരവും നല്ല തലവേദനയൊക്കെ ആയിരുന്നു. പനി വന്നിട്ട് എനിക്ക് എഡിറ്റ് ചെയ്യാനും പറ്റുന്നില്ലായിരുന്നു കേട്ടോ. വേറെ ഞാൻ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും എഡിറ്റിങ് ചെയ്യാനൊന്നും പറ്റുന്നില്ലായിരുന്നു. തലവേദന കാരണം എനിക്ക് ഫോൺ നോക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. അത് കാരണം ആരുടെയും വീഡിയോസൊന്നും എനിക്ക് കാണാനും പറ്റുന്നില്ലായിരുന്നു. 1-2 വീഡിയോയൊക്കെ ഞാൻ കണ്ട്. ബാക്കിയൊന്നും കാണാൻ പറ്റിയിട്ടില്ല. എനിക്ക് നല്ല തലവേദനയായിരുന്നു കേട്ടോ. അപ്പോൾ ഇഡലിയും സാമ്പാറും ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിരിക്കണേ. ഇനിയിപ്പോൾ അരിയടുപ്പത്തിടണം. ഇപ്പോൾ ഇടയ്ക്ക് സംസാരിക്കുന്നുണ്ടെങ്കിലുമേ ശബ്ദം എനിക്ക് അങ്ങോട്ട് ക്ലിയറായി വരുന്നില്ല. അപ്പോൾ അരിയിട്ട് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നേ. ഉച്ചയ്ക്കുള്ള കറിക്ക് എന്തെങ്കിലും മീൻ വാങ്ങാനായിട്ടേ നമുക്ക് സ്ഥിരമായിട്ടിവിടെ ഒരു മീൻകാരൻ ചേട്ടൻ മീൻ കൊണ്ടുവന്ന് തരാറുണ്ട്. അപ്പോൾ ഹോണടി കേട്ടപ്പോൾ ചേട്ടായി പുറത്തേക്ക് പോയിട്ട് അത് വാങ്ങാനായിട്ട് പുറത്തേക്ക് പോയേ. അപ്പോൾ കൊണ്ടുവന്നത് വറ്റയുടെ കുഞ്ഞായിരുന്നു. വറ്റക്കുഞ്ഞെന്ന് പറയുവേ. അപ്പോൾ ഞാനവിടെ ക്യാമറ വെച്ചത് ചേട്ടായി കണ്ടിട്ടില്ലായിരുന്നേ. അപ്പോൾ അതേ വറ്റക്കുഞ്ഞെന്നാണ് ഞങ്ങൾ ഈ മീനിന് പറയുന്നത് ഇവിടെ. വറ്റ, വലിയ വറ്റയെന്നൊക്കെ പറയല്ലേ, ആ വറ്റയുടെ ചെറിയ കുഞ്ഞ്. അപ്പോൾ ഇത് കറി വയ്ക്കാൻ പോയാണ്. അപ്പോൾ കറി വെച്ചിട്ട് നല്ല പച്ച മീനാണ്. അപ്പോൾ നമുക്കത് മാങ്ങയിട്ട് കറി വയ്ക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ചോറ് ഞാൻ അരി ഇട്ടിട്ട് അത് തിളച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റൈസ് കുക്കറിലേക്ക് അത് മാറ്റാൻ പോവുകയാണ്. ഇനി നമുക്ക് കറിയുടെ പരിപാടിയൊക്കെ നോക്കണം. അപ്പോൾ നമുക്കിവിടെ സ്ഥിരമായിട്ട് പച്ചക്കറി ഒരു ചേട്ടൻ കൊണ്ടുവരാറുണ്ട്. മുട്ടയും പച്ചക്കറിയൊക്കെ കൊണ്ടുവരാറുള്ളൂ. അപ്പോൾ ആ ചേട്ടൻ നാടൻ ചീര കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചീര നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് തോരൻ വയ്ക്കണം. അപ്പോൾ ചീര തോരനും ഒരു തോരനും വെച്ചിട്ട് ഒരു മീൻകറി ആക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഇന്ന് കുറച്ച് ക്ലീനിങ്ങും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഉത്സവത്തിൻ്റെ തലേദിവസം എടുത്ത വീഡിയോ എന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഉത്സവമല്ലേ, അപ്പോൾ നമ്മുടെ ബന്ധുക്കളൊക്കെ വരും. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. നമുക്ക് ഉത്സവമൊക്കെ അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഊണ് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്കിവിടെ ഒന്ന് ക്ലീനിങ്ങും പരിപാടിയും കൂടെ ഈ വീഡിയോയുടെ ലാസ്റ്റ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു ചീര കേട്ടോ. നല്ല നാടൻ ചീരയായിരുന്നു. അപ്പോൾ അധികം കുത്തുകളോ അല്ലെങ്കിൽ പൂവോ ഒന്നും ഇല്ലാത്ത നല്ല ചീരയായിരുന്നു. സാധാരണ നമ്മൾ ചീര വാങ്ങിക്കുകയാണെങ്കിൽ മൂത്ത ചീരയായിരിക്കും. അവിടെ ആയിട്ട് പൂവൊക്കെ നിൽക്കും. പൂ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ തോരൻ വെച്ചാൽ കഴിക്കും. ഇതിപ്പോൾ അധികം പൂവൊന്നും ഇല്ല. ഇതിൽ പുഴുക്കൊത്തും ഇലകളൊക്കെ നല്ല ഫ്രഷ് ഇലയാണ്. അധികം പുഴുവൊന്നുമില്ല. അപ്പോൾ അതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്കതൊന്ന് തോരൻ വയ്ക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ തോരൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടേ. ഇപ്പുറത്ത് മീനെല്ലാം ക്ലീൻ ആക്കി എടുത്തിട്ട് അരച്ചിട്ട് അരപ്പ് കൂട്ടി കറി അടുപ്പത്ത് വെച്ചിരിക്കണേ. അപ്പോൾ ഇനി കറി കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് കഴിയുമ്പോൾ കറി നമുക്ക് സെറ്റായി കിട്ടും. അപ്പോൾ നമ്മുടെ ചീര തോരനും റെഡിയായി വന്നിരിക്കുകയാണ്.
അപ്പം മീൻകറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇനി ഈ കറിയൊന്ന് വറ്റി വന്നാൽ മതി. അപ്പം നമുക്ക് ഊണ് കഴിക്കാനുള്ള കറികളൊക്കെ ആയി. അപ്പോഴാണ് ഞാൻ നോക്കുമ്പോഴേ കുറച്ച് ഉണക്ക ചെമ്മീൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ടിന്നിലിട്ട് വെച്ചിരുന്നതാണ്. അപ്പോൾ അവിടെ ഉറുമ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ അത് ഇനി വെച്ചിരുന്ന ഉറുമ്പ് തരത്തില്ല. പിന്നെ അത് വറുത്തെടുത്തിട്ട് തേങ്ങയൊക്കെ ചിരണ്ടിയിട്ട് ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. ഉണക്ക ചെമ്മീൻ ചമ്മന്തി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ചോറിന് കറിയേ വേണ്ട. എനിക്ക് വേണ്ട കേട്ടോ. എനിക്ക് ചമ്മന്തി ഉണ്ടെങ്കിൽ വേറെ ഒരു കറിയും ഞാൻ കൂട്ടിയില്ല കേട്ടോ. അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് ഉണക്ക ചെമ്മീൻ ചമ്മന്തി. അങ്ങനെ ദേ നമ്മുടെ കറികളൊക്കെ റെഡിയായി. എല്ലാവരെയും ഊണ് കഴിക്കാനൊക്കെ വിളിച്ച് ഞങ്ങൾ പ്ലേറ്റിലൊക്കെ ഇട്ട് വയ്ക്കണേ. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഊണ് കഴിച്ചെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഊണ് കഴിക്കാൻ പോകുന്നു. ഊണ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാനും അനുവും കൂടി കുറച്ച് ക്ലീനിങ് ആയിരുന്നു. മാറാല തൂക്കലും പിന്നെ അടിച്ചു വാരലും തുടയ്ക്കലും ഒക്കെ ആയിട്ട് ഒരു പണിയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷമുള്ള ജോലികൾ ഇതൊക്കെ ആയിരുന്നേ. ചെറിയൊരു ഒച്ചയടപ്പുള്ളതുകൊണ്ടേ നല്ല ഫ്ലോയിൽ അങ്ങോട്ട് സംസാരിച്ച് പോകാൻ പറ്റുന്നില്ല. അതാണ് ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നത്. മരുന്ന് വാങ്ങിച്ച് ഇപ്പോൾ കഴിക്കുന്നുണ്ട്. നമുക്ക് 5 ദിവസത്തേക്കല്ലേ മരുന്ന്, ഒരു ഡോസ്, ഒരു കോഴ്സല്ലേ. അപ്പോൾ 5 ദിവസം കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെയെങ്കിലും അത് കുറവായിട്ട് കിട്ടുകയുള്ളൂ. ഇപ്പോൾ 2 ദിവസമേ ആയിട്ടുള്ളൂ. ഇപ്പോൾ ചെറിയൊരു കുറവ് കണ്ടതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇന്നിപ്പോൾ ഈ വീഡിയോ നാളത്തേക്ക് ഇടാമെന്ന് വിചാരിച്ചിട്ട് ശബ്ദം കൊടുക്കാമെന്ന് വിചാരിച്ചത്. ഉത്സവത്തിന് അമ്പലത്തിൽ എടുത്ത വീഡിയോ എന്ന് വെച്ചാൽ ഷോർട്സ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു കൂടുതലും എടുത്തത്. ചെറിയ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഒരു 2 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളായിരുന്നല്ലോ. അതൊക്കെ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻ്റ് ഇടാനും നമ്മൾ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ടാറ്റാ.